റസൂലുള്ളാഹിയുടെ താക്കീതുകളെ ശ്രദ്ധിക്കാത്തവൻ ദജ്ജാലിന്റെ ആളായിരിക്കും. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധിച്ചത് നിർബന്ധമാണ്, റസൂലുള്ളാഹി വിരോധിച്ചത് വിരോധമാണ്, റസൂലുള്ളാഹി താക്കീത് ചെയ്തത് താക്കീതാണ്, റസൂലുള്ളാഹി ഗൗരവമായി പറഞ്ഞ കാര്യങ്ങൾ ഗൗരവം തന്നെയാണ്, റസൂലുള്ളാഹി നിസാരമാക്കി പറഞ്ഞ നിസാരമാണ്, ഗൗരവം അതന്നെ. കാരണം ഇവിടെ അൽഹംദുലില്ലാഹി നമ്മൾ ആരെയാണ് കാണുന്നത്? അഹമ്മദിനെ. അൽഹംദുലില്ലാഹ് എന്നുള്ള അതിന്റെ പ്രത്യക്ഷ പുറംവാക്കാണ്, അതിന്റെ ഉള്ളിലൊരാളുണ്ട്. അൽഹംദുലില്ലാഹ്, ഏത് അൽഹംദുലില്ലാഹ് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാലും അവിടെ ഒരാളുണ്ട്. അതാരാണ്? അഹമ്മദ്. ഈ വാക്ക് ലോകത്ത് ആദ്യം പറഞ്ഞ ആളാരാണ്? അഹമ്മദാണ്. അപ്പൊ ഈ വിഷയത്തിൽ ഇത്തിബാഉ ദിക്ർ എന്താണ്? ഇത്തിബാഉ അഹമ്മദാണ്. അഹമ്മദിനെ പിൻപറ്റലാണ്. അത് എന്തെങ്കിലും നിസ്കരിക്കാൻ പോയി അപ്പൊ നിസ്കരിക്കാൻ പോയി. അതേ സമയത്ത് ഉളുമുറിയുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ അതിന് നമ്മൾക്ക് ശ്രദ്ധ ഉണ്ടായില്ല. ഒന്നെടുക്കണം. അപ്പൊ നമ്മൾ ഒന്നെടുത്തു. ബാങ്ക് കേട്ടാൽ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? പറയടാ, നിസ്കരിക്കാൻ പായണം കേട്ടോ. അപ്പൊ നമ്മൾ നിസ്കരിക്കാനും പായണം. പക്ഷെ പായലിന്റെ ഇടയിൽ മൂട്ടുകൂടെ അങ്ങനെ പോയി മറ്റേ മൂപ്പര് ബാക്കിലെ ഓട്ടയിലൂടെ അങ്ങനെ കാറ്റ് പോയി. എന്നിട്ട് പോയിട്ട് എന്ത് ചെയ്ത്? മനസ്സിലായില്ല. ഇവിടെ വാജിബാത്ത് രണ്ടും ചെയ്തു, പക്ഷെ മൻഹിയാത്ത് ശ്രദ്ധിച്ചില്ല, തിരിഞ്ഞില്ല. മനസ്സിലായില്ല. നിസ്കരിക്കുന്നതിന് മുമ്പ് ഉദു എടുക്കണം എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. ബാങ്ക് കൊടുത്താൽ ഉടനെ നിസ്കരിക്കാൻ പായണം എന്ന കാര്യത്തിലും ഓക്കെയാണ്. പക്ഷെ പാച്ചിലിനിടയിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട്? പറയുടെ ചങ്ങാതി ഇങ്ങനെ വായു പുറത്തേക്ക് ഇങ്ങനെ പോയി വലിയ പാച്ചിൽ പോയാണ്. ജമാഅത്ത് നഷ്ടപ്പെടരുത്. അപ്പം മറ്റോനോട് പറഞ്ഞ അല്ല, ഞമ്മക്കിപ്പോ ഉളു മുറിഞ്ഞ അതൊന്നും ഈ ജാതി തിരക്കിൽ നോക്കിയിട്ട് കാര്യമില്ല, അതൊന്നും ഇന്നത്തെ കാലത്ത് നോക്കിയിട്ട് പറ്റൂല എന്നാണ് മൗലവി പറയുന്നത്. ഇതെന്നെ അങ്ങനെ പറയാം. അപ്പൊ മൻഹിയാത്തിനൊരു വിലയില്ല. എന്നിട്ട് നമ്മൾ ഇതുകൊണ്ടാണ് സിത്ർ അടക്കൽ. ഇത് പോന് മാത്രമേ അറിയുള്ളൂ. ബാക്കിലൂടെ പോയി നാട്ടുകാരെ മുന്നിൽ ആരാണ്? പള്ളി പ്രസിഡന്റ് ആക്കാൻ പറ്റിയ ആളാ, തിരിഞ്ഞില്ല. ഇത് ബാക്കിലൂടെ പോയ വിവരം ആരെ അറിയില്ല? പറഞ്ഞേ നാട്ടുകാരെ അറിയില്ല. ഒന്നുകൊടുത്ത നാട്ടുകാരെ അറിയും. എല്ലാരും കാണുന്ന സാധനം. നിസ്കരിച്ചോ നാട്ടുകാരെ അറിയും. അത് എല്ലാവരും കാര്യം സംഗതിയാണ്. അബൂബക്കർ തന്നെയാണ് നമ്മളെ മാലിന്യ പ്രസിഡന്റ്. കാരണം മുപ്പര് ബാങ്ക് കൊടുത്ത പള്ളിയിലുണ്ട്. മുപ്പർക്ക് സിദ്ദീഖുൽ അക്ബറിന്റെ പേരുമാണ്. ഭയങ്കര മഹാനാണ്. അപ്പൊ നാട്ടുകാരെ അറിയുന്ന കാര്യത്തിൽ വളരെ സൂക്ഷ്മത. എന്ത് ബാങ്ക് കൊടുത്താൽ മുപ്പര് കാലം വരെ ഒരു നിസ്കാരം നിസ്കരിച്ചിട്ട് തന്നെയല്ല. കാരണം ഓരോ പാച്ചിലും മുപ്പർക്ക് ഉളുവുണ്ട്. അത് നാട്ടുകാരോട് അറിയില്ല. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലായോ? ഇത് തന്നെ ഇത് നമ്മുടെ. അപ്പൊ നമ്മള് ഇത്തിബാഉ ദിക്റില്ല. അപ്പൊ നമ്മൾ ദജ്ജാലിന്റെ ആളാണ്. ദജ്ജാലിനെ സംരക്ഷിക്കപ്പെടുന്ന ആളല്ല. ഈ തൊപ്പിട്ടുകൊണ്ട് ദജ്ജാലിനെ സംരക്ഷിക്കുന്നു വിചാരിക്കണ്ട. തൊപ്പിടുന്നത് കള്ളത്തരത്തിൽപ്പെട്ടൊരു കാര്യമാണ്. അതിൻ്റെ അകത്ത് മോശമാണെന്നല്ല, മോശപ്പെട്ടവനും ഇടാൻ പറ്റിയതാണ് എന്ത്? തൊപ്പി. ഈ വെള്ളയും വെള്ളയും ഇട്ടുകൊണ്ട് ഞാൻ രക്ഷപ്പെടുന്നു വിചാരിക്കണ്ട. അതെല്ലാ കള്ളന്മാരോടുന്നാണ് എന്ത്? വെള്ളയും വെള്ളയും. നല്ല വെള്ളയും വെള്ളയും കോട്ട്. അത് തന്നെ. അത് വളരെ ചിന്തിക്കണം. അപ്പൊ മുഹമ്മദിയത്ത് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് എന്നാൾ എന്തൊക്കെ പറഞ്ഞു അതൊക്കെ ഗൗരവമായിരിക്കണം, ഗൗരവം തന്നെയായിരിക്കണം. അപ്പൊ ഒന്നാമത്തെ ഭാഗം അൽഹംദുലില്ലാഹ്. ഇനി ഞാൻ പിന്നീട് തിരിച്ചു വരും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു മെസ്സേജ് കൂടി ഇന്നത്തെ ക്ലാസ്സിൽ കാണിച്ചു തരാം. ഈ ആയത്തെ എങ്ങനെ തുടങ്ങിയത് ഒരു മെസ്സേജ് കൂടി കാണിച്ചു തരാം. കേട്ടൂല, നിങ്ങൾ ചിന്തിക്കണം. ഒരു മെസ്സേജ് കൂടി കാണിച്ചു തരാം. ചിന്തിച്ചോട്ടാ. റബ്ബി ജല്ലല്ലാഹ്
അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. അപ്പോൾ അൽഹംദുലില്ലാഹ് കഴിഞ്ഞതിന് ശേഷം പിന്നെന്താ പറഞ്ഞത്? അല്ലദീ, അല്ലാഹു അവൻ ആരാണ്? അൻസല അൻസല അല على عبده الكتاب. അതിൽ 3 കാര്യമാണുള്ളത്. ഒന്ന് അള്ളാഹു ഇറക്കൽ, അവൻ്റെ ഇറക്കൽ. 2 എന്തിനെ ഇറക്കൽ, അത്. 3 ആർക്കിറക്കൽ. അങ്ങനെ 3 കാര്യമല്ലേ ഇതിലുള്ളത്? പറ ഇതിലുള്ളത് 3 കാര്യം. 1 അള്ളാഹുവിൻ്റെ ഇറക്കൽ, 2 എന്തിനെ ഇറക്കൽ. മനസ്സിലായേ? പറയും എന്തിന്. ഒരു ബസ്സിന്റെ മുകളിൽ നിന്നൊരു സാധനം ഇങ്ങനെ എടുത്തിടുകയാണ്, ഇങ്ങനെ എടുത്തിടാണ് പോട്ടർമാർ കയറിയിട്ട് എടുത്തിടുക. അപ്പോൾ എന്താണ്? അപ്പോൾ അവർ എടുക്കുമ്പോൾ തന്നെ അവർക്ക് അറിയാം, അവരെടുക്കുമ്പോൾ തന്നെ അറിയും ബാക്കിലേക്ക്. ആദ്യം എടുത്തിട്ടപ്പോൾ എന്താണുള്ളതെന്ന് വെച്ചെങ്കിൽ ഒരാൾക്ക് കിട്ടിയ എന്താ, ആർക്കേജിന്റെ ഒരു വലിയ കാർട്ടൂണാണ്, ഒരു കാർട്ടൂൺ. മനസ്സിലായില്ല? ആർക്കേജിൻ്റെതാണ്. അപ്പോൾ വേഗം അവിടുന്ന് വിളിച്ചു പറഞ്ഞത് അവിടെ അഹമ്മദാജിന്റെ പീടി കൊടുക്ക്. അത് മനസ്സിലായില്ല. ഇതെന്താ സാധനം? നെയ്യണട ചങ്ങാതി. അഹമ്മദാജ് അവിടുത്തെ വലിയ പലർക്കച്ചവടക്കാരനാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. അവിടുത്തെ ആ അങ്ങാടിയിലെ പ്രധാനപ്പെട്ട പലചരക്ക് കച്ചവടക്കാരനാണ് ആര്? അഹമ്മദാജി. അഹമ്മദാജി അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരേ ഒരു ഹോൾസെയിൽ പലചരക്ക് കച്ചവടക്കാരനാണ്. പിന്നെ എന്താ പറയുക, ഈ അഹമ്മദാജി വലിയങ്ങാടി മാർക്കറ്റിൽ നിന്നൊക്കെ ഈ സാധനങ്ങളൊക്കെ വരുന്നത് മൂപ്പർക്കാണ്. അപ്പൊ ഈ മേലെന്ന് കയറി ബസ്സിന്റെ മുകളിൽ കയറിയിട്ട് സാധനങ്ങൾ എടുത്തിടുന്ന ആൾക്ക് എന്തെന്ന് കണ്ടാൽ ഉടനെ മനസ്സിലാവും. ആർക്ക് മനസ്സിലായില്ല? ആദ്യം കണ്ടത് ആർക്കേജിന്റെ ആ ടിന്നുള്ള കാർട്ടൂൺ. അപ്പൊ വേഗം അഹമ്മദാജിനോട് കൊടുക്ക്. പിന്നുള്ളത് എന്താണെന്നറിയോ? പിന്നുള്ളത് ഈ എന്താ, ഈ പുട്ടി അടിക്കുമല്ലോ, എന്ത് ചുമരുമൊക്കെ, ആ പുട്ടിൽ കൂട്ടേണ്ട വേറെ എന്തോ അതുപോലത്തെ ഒരു കൂട്ടാണ് നോക്കുക. അതിലെന്താണ്, അല്ലെങ്കിൽ എന്താ പിന്നെ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് അത് ശരിയായി സെറ്റാവണം, പിന്നീട് ചോർച്ച ഉണ്ടാവാതിരിക്കാനുള്ള മരുന്നാണ്, അങ്ങനത്തെ ഒരു സാധനമാണ്, കെമിക്കലാണെന്ന് കണ്ട ഉടനെ അയാൾ പറയും ഇതെന്ത്, അത് അപ്പേൻ്റെ പീടി കൊടുത്തതാണ്. മനസ്സിലായില്ല? സാധനം കാണുമ്പോഴത്തിന് തന്നെ മനസ്സിലാവും ഇത്. ആദ്യം വേണ്ടത് എന്താണ് സാധനം എന്ന് മനസ്സിലാക്കുക. പിന്നുള്ളത് ഒരു മനസ്സിലായി പനഡോള്, കാൽപോള് പോലത്തെ കുറെ സാധനങ്ങളുടെ ഒരു കെട്ടാണ് പിന്നെ കാണുന്നത്. അപ്പൊ വേഗം അതിന് കണ്ടിട്ട് ഇറക്കുമ്പോൾ തന്നെ മറ്റേ മനസ്സിലാവും, ആ അതിന്റെ അർത്ഥം എന്താ കൊടുക്കാണ്, മെഡിക്കൽ സ്റ്റോർ. മനസ്സിലായ പറഞ്ഞത്? പിന്നുള്ള കുറച്ച് പെന്നും നോട്ട് ബുക്കിന്റെ ഒരു കെട്ടാണെങ്കിൽ അത് വേഗം അപ്പുറത്ത് എന്താണ്, ആ പുസ്തകം അപ്പുറത്തിന്റെ കുട്ടികളെ കൈ. ആദ്യം വേണ്ടത് മനസ്സിലായില്ലേ, ഇറക്കുന്നത് എന്ത് എന്ന് മനസ്സിലാക്കിയാലാണല്ലോ ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുക. ആണോ അല്ലേ? എനിക്ക് വേണ്ടി തരാട്ടണ്ട, ആരിറക്കി, എന്തിനിറക്കി, ഇതാണ് വിഷയം. ആർക്കെന്നുള്ളത് 4ാം സ്റ്റെപ്പാണ്.
ഇറക്കൽക്കാരൻ. എന്ത് ആർക്ക് ആർക്ക് എന്നുള്ളത് ഈ സ്റ്റെപ്പിലെ 4 ഭാഗമാണോ അല്ലേ? മനസ്സിലായി? 1 ഇറക്കൽ, 2 ആരിറക്കൽ, 3 എന്തിനെ ഇറക്കൽ, 4 ആർക്കിറക്കൽ. അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ അത് ഇങ്ങനെയാണ് പറയേണ്ടത്. എങ്ങനെ എങ്ങനെ അൽഹംദുലില്ലാഹില്ലദീ അൻസലൽ കിതാബ അലാ അബ്ദിഹി. മനസ്സിലായില്ല? അങ്ങനെ പറയാൻ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലാഹുക്ക്. അതിലൊരു അക്ഷരം കൂടുമോ? അങ്ങനെ പറഞ്ഞാൽ ഒരക്ഷരം കൂടുമോ? ഇതിന്റെ അക്ഷരം കൂടുമോ? ഇല്ല. വല്ല പ്രാസം തെറ്റോ? ഇതിന്റെ ലാസ്റ്റ് വാക്കുമല്ലല്ലോ. മറ്റേത് പ്രാസം തെറ്റിക്കാതിരിക്കാൻ വേണ്ടി നൂനുമ്മൽ അവസാനിക്കാനാണ്, അലിഫുമ്മൽ അവസാനിക്കാനൊന്നും അതുപടല്ലല്ലോ. കാരണം അവസാനിക്കുമ്പോൾ ഓത്ത് ഇങ്ങനെ ലഅല്ലക്കും തത്തഖൂൻ, മറ്റേ മുത്തഖീൻ. അപ്പം ആ നൂനുമ്മ തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ലാസ്റ്റ് വാക്കായതുകൊണ്ട് അങ്ങനെയും പറയാൻ പറ്റില്ല. ഇത് രണ്ടും മനസ്സിലായില്ല. ഈ 3 വാക്കും ഇതിലെന്താണ്? മധ്യത്തിൽ പറഞ്ഞ വാക്കായതുകൊണ്ട് തെറ്റിച്ചു. ഇങ്ങനെ തെറ്റിക്കേണ്ട ഒരു ആവശ്യം വാക്ക് അവിടെ ഇല്ല. പ്രാസം ഒപ്പിക്കാവുന്ന വാക്കും അല്ല. നിങ്ങൾ എൻ്റെ കൂടെ മനസ്സിലാവണില്ലേ പറഞ്ഞു? അപ്പോൾ കർമ്മം, ഇറക്കൽ ആര്? അല്ലാഹു. എന്ത്? കിതാബ് ആർക്ക്? അലാ അബ്ദിഹി. അതല്ലേ അങ്ങനെ, അതല്ലേ ശൈലി. ഒന്ന് പറയട ചങ്ങായി, ഈ ആയത്ത് വരേണ്ടത് ഇങ്ങനെയല്ലല്ലോ. എങ്ങനെയാണ്? അൽഹംദുലില്ലാഹില്ലദീ അൻസല. അല്ലാഹു അൻസല എന്ന വാക്കിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ളമീർ അവിടെ ഫായിലാണ്. അൻസല, അതായത് അല്ലാഹു ഇറക്കി. അൻസലൽ കിതാബ അലാ അബ്ദിഹി വലം യജ്അൽ ലഹു ഇവജാ. ഒരു വൃത്തി ഉണ്ട്. സത്യം പറഞ്ഞാൽ ആ വൃത്തി പോയി. എന്ത് അൽഹംദുലില്ലാഹ് എന്നൊക്കെ പറയുന്നത് മനസ്സിലാവണുണ്ടോ? നിങ്ങൾ എനിക്ക് വേണ്ടി തലാട്ടണ്ട. ഇറക്കൽ, ആരിറക്കൽ, എന്തിറക്കൽ, ആർക്കിറക്കൽ. ഇത് എന്തെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാഗ് താഴെ നിൽക്കുന്ന ഇങ്ങനെ കയ്യാട്ടി പിടിക്കണ ഈ പോർട്ടർക്ക് വരെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. മേലുള്ള മുണ്ടുന്നില്ല, മുകളിലുള്ള മുണ്ടുന്നില്ല. ഇങ്ങനെ വലിച്ചിട്ട് ബസ്സിൻ്റെ മുകളിൽ നിന്ന് വലിച്ചിട്ട് ബാക്കിലൊരാൾ കയ്യെടുത്ത് പിടിക്കുക. അവൻ്റെ പൊൻ്റെ ഹൗലഹു. മനസ്സിലായില്ലേ? ഒരു സ്വാബത്തുമിന സ്വാബി കുറേ പോർട്ടർമാർ ഇവിടെ ഉണ്ട്. അപ്പോൾ സാധനം ഇറക്കണം, നെയ്യണ്ട വില കയ്യും. മനസ്സിലായില്ല? ഞാൻ എന്ത് പറയണ്ട? ഇബ്രാഹിം ഹാജി, അബൂബക്കർ ഹാജി എന്നിവരെ പറയണ്ട. മാത്രമല്ല മറ്റവനും പറയേണ്ട ആവശ്യമില്ല. ഇനി ഒന്നും പിടിച്ചോൻ എങ്ങനെയാണ് കൊടുത്താൽ തന്നെ അത് നെയ്യിൻ്റെ ഉപ്പയാണ്, അത് പിന്നെ പലർക്ക് പിടിക്കായിരിക്കും. ഇത് മരുന്നിൻ്റെ ബോട്ടിലാണ്, ഇത് മണിക്ക് ചോറിലായിരിക്കും, ഇത് പൊട്ടിച്ചേർക്കേണ്ടതാണ്, ഇത് പെയിൻ്റ് പൊടിയൊക്കെ ആയിരിക്കും, ഇത് പിന്നെ നോട്ട് ബുക്കും പെന്നാണ്, ഇത് ബുക്കിൻ്റെ ആൾക്കായിരിക്കും. ഇനി അവിടെ ബലടിയിൽ കലാമന്നെ ആവശ്യമില്ല. ഇറക്കിയ സാധനം എന്താണെന്നാണ് ആദ്യം തിരിയേണ്ടത്. ആണോ അല്ലേ? അതാണ് ആദ്യം തിരിയേണ്ടത്. അപ്പോൾ ഇവിടെ പ്രോട്ടോക്കോൾ തെറ്റിച്ചു ആര്? അല്ലാഹു. ഈ സുഹൃത്ത് എന്ത് സുഹൃത്താണ്? ഈ 10 എന്തിൻ്റെ 10? ദജ്ജാലിന്റെ ഫിത്നയെന്ന് നമ്മൾ രക്ഷപ്പെടണം. അപ്പൊ നമ്മൾ നല്ല നിരക്ക് ദജ്ജാലിന്റെ പ്രോട്ടോകോൾ തെറ്റിച്ചിട്ടില്ലെങ്കിൽ ദജ്ജാലിന്റെ ഫിത്നയെന്ന് രക്ഷപ്പെടാൻ കഴിയൂല. പ്രോട്ടോകോൾ തെറ്റിക്കണം, എന്നിട്ട് അള്ളാന്റെ പ്രോട്ടോകോൾ സ്വീകരിക്കണം. നല്ലോണം വർക്ക് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ അൻസല, അള്ളാഹ് ഇറക്കി. അൽ കിതാബ, കിതാബിന്. ഇതിന് അറബി ഭാഷയിൽ അൻസലക്ക് ഫിഅല് ഫാഇൽ അറിയും, അൽ കിതാബിനോ മഫ്ഊൽ എന്ന് പറയും. പിന്നെ മുതഅല്ലിഖാത്ത, ജാർ മജ്റൂർ, തഅല്ലുഖ്, മുതഅല്ലിഖാത്ത, അതൊക്കെ പിന്നത്തെ കാര്യം. അപ്പോൾ ഫിഅലും ഫാഇലും കഴിഞ്ഞാൽ പിന്നെ വേഗം പറയണത് എന്താ? മഫ്ഊല. ഫിഅല് ഫാഇൽ മഫ്ഊൽ, ഇതാണല്ലോ അങ്ങനെ കണക്ക്. അപ്പോൾ അൻസല കഴിഞ്ഞാൽ ഉടനെ
നീ മനസ്സിലായില്ല, ഗ്രാമറിന്റെ നിയമം അനുസരിച്ചും എന്തിനെ മുന്തിക്കണം? പറയടാ, ഗ്രാമറിന്റെ നിയമം അനുസരിച്ച്. മഫ്ഊല് പറഞ്ഞിട്ടല്ലേ മറ്റുള്ള മനസ്സിലായില്ലേ? പറയണ്ട അങ്ങനെയാണല്ലോ. ബാപ്പ, മനസ്സിലായില്ലേ? ബാപ്പ ബോംബെക്ക് പോയി. ബാപ്പ ബോംബെക്ക് പോയി. പിന്നെ ചോദിക്കണ്ട എന്തിനാ പോയത്, അത് കുറച്ചെന്തോ പിന്നെ സാധനം വാങ്ങാണ്ട് ബോംബെന്ന്. അപ്പൊ ആദ്യം ബാപ്പ പോയി. എവിടേക്ക് പോയി? ബോംബെക്ക് പോയി. എന്നാലും കാര്യങ്ങളൊക്കെ കുട്ടിക്ക് തിരിഞ്ഞു. ബാപ്പ ബോംബെക്ക് പോയി. പിന്നെ ചിലപ്പോൾ കുട്ടികളൊന്ന് ചോദിക്കും എന്തിനെ ബോംബെക്ക് പോയത്. ഏതായാലും കുട്ടിക്ക് ഇനി ബോംബെക്ക് എന്തിനാ പോയെന്ന് തിരിഞ്ഞിട്ടില്ലെങ്കിലും ആദ്യം പറഞ്ഞ വാക്കുകൊണ്ട് അത്യാവശ്യം ഇന്ന് വൈകുന്നേരം വരെ കുതിര വിടാന്ന് കുട്ടിക്ക് മനസ്സിലായി. ഇന്നും നാളെ നമുക്ക് കളിക്കേണ്ട ദിവസമാണ്. കാരണം ബാപ്പ ബോംബെ പോയാൽ പെട്ടെന്നൊന്നും വരൂല. മറ്റത് പിന്നെ മിക്കവാറും കളിയന്മാരായ കുട്ടികൾ എന്തിനെ പോയി എന്നോട് ചോദിക്കൂല. ഒരു ഉത്തരവാദിത്ത ബോധമുള്ളവരെ എന്തിനെ പോയി മച്ചേന്ന് ചോദിക്കുള്ളൂ. കുട്ടിക്ക് എന്ത് കിട്ടിയാൽ മതി? ബാപ്പ പോയി. എവിടേക്ക് പോയി? ബോംബെക്ക് പോയി. കഴിഞ്ഞ് ഇത്രേ ഉള്ളൂ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല കിതാബ് ഇറക്കി. അത് കിതാബ് ഇറക്കിയാൽ നമുക്ക് കിട്ടും ചെയ്യില്ല. ബുക്ക് സ്റ്റാളിൽ കിതാബ് ഉണ്ടാവുമല്ലോ. ഞാൻ ആർക്കിറക്കിയില്ല, നമുക്ക് കിട്ടാം. എനിക്ക് കിതാബല്ലേ വേണ്ട? പ്രോട്ടോകോൾ അനുസരിച്ച്, രീതി അനുസരിച്ച് എന്നെ കാണൂലേ? പ്രോട്ടോകോൾ രീതി അനുസരിച്ച് നമുക്ക് വേണ്ടത് എന്താ? കിതാബല്ലേ? ആണോ? അല്ലേ? ആണല്ലോ. അപ്പൊ നമ്മക്ക് കിട്ടത് എന്താ? നമ്മളെ മാനിഫെസ്റ്റോ പറഞ്ഞോടി. നല്ല ഇംഗ്ലീഷുകൾ പറയടാ. നമ്മക്ക് വേണ്ട എന്താടാ? നമ്മക്ക് വേണ്ടത് ഖുർആൻ, കിതാബ്. കിതാബ് എപ്പോഴും കിട്ടും. ആദ്യം അവിടെ പോയാലുണ്ട്. മനസ്സിലായില്ല? അത് നിനക്ക് അവകാശപ്പെട്ടതാണ് കിതാബ്. അല്ലാഹു തആല അവിടുന്ന് ലോഡ് മണ്ടി വിട്ടു. ആരാണ് ആദ്യം പിടിച്ചത്? എന്തായി? കിതാബ് ഹോൾസെയിൽ മാർക്കറ്റിൽ അത് വിട്ടു കഴിഞ്ഞു. ഇനി ആദ്യം ആര് വാങ്ങി, പിന്നെ ആര് വാങ്ങി, ഇത് നോക്കേണ്ട ആവശ്യമില്ല. എനക്കിപ്പോ ബുക്ക് സ്റ്റാൾ പോയ ആരെ കിട്ടും? കിതാബ് കിട്ടിയാലേ അക്കത്തരല്ലേ ആവശ്യം. മറ്റത് ആര് ആദ്യം പിടിച്ച് പിന്നെ ആര് പിടിച്ച് അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. നിനക്ക് വേണ്ട എന്താ? കിതാബല്ലേ. ഇന്നിവിടെ കിട്ടാനുള്ള സാധനം എന്താണ്? കിതാബല്ലേ. അതെല്ലാം ബുക്ക് സ്റ്റാളിലില്ലേ? ഇതാ ഇവിടെയൊക്കെ ഉണ്ട്. അല്ലാഹ് ഇറക്കിയ സാധനം ഇപ്പൊ കിട്ടും. അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അലാ അബ്ദി പറയരുത്. അത് പറയരുത്. അൻസല കിതാബ അലാ അബ്ദി വായിച്ചാനല്ല. അല്ലാഹ് കിതാബ് ഇറക്കിയേക്കണേ. ഞാൻ അലാ അബ്ദി ഒന്നും മുഹമ്മദ് നോക്കി തന്നെയല്ല. എവിടെ കിട്ടും? എനിക്ക് നന്നാകണം, എനിക്ക് വേഗം നന്നാക്കണം. എവിടെ കിട്ടും? ഏത്? അത് മറ്റേ അരീക്കോട് അമീം ബുക്ക് സ്റ്റാളിലുണ്ട്, മഞ്ചേരിയുണ്ട്. ആയിക്കോട്ടെ. ആർക്കിറക്കി? എന്തിറക്കി? നമുക്ക് വേണ്ട എന്താ? നമുക്ക് നന്നാകണം. എടാ, കിതാബ് കൊണ്ട് നന്നാകാൻ ശ്രമിച്ചവൻ ദജ്ജാലിന്റെ ആളാണ് എന്നതിന്റെ സന്ദേശം. മനസ്സിലായില്ലേ? കിതാബല്ല പ്രധാനം, അബ്ദാണ്. ഇത് മനസ്സിലായില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ വരണ്ട. അത് മനസ്സിലാക്കാത്തവന്റെ പേരാണ് വഹാബി. ഇന്ന് 90% സുന്നികൾക്ക് ഇത് മനസ്സിലായിട്ടില്ല. ഓലക്കാരാണ്, ദജ്ജാലിന്റെ ആളുകളാണ്. വഹാബികൾ ദജ്ജാലിന്റെ ആളുകളാണ്. ഇന്നത്തെ വലിയൊരു ശതമാനം തലയെ കെട്ടി നമുക്ക് ഇന്ന് ക്ലാസ് എടുത്തിരുന്ന മൗലിയമാരും ദജ്ജാലിന്റെ ആളുകളാണ്. പുറത്തു പറയണ്ട. സൗകര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി. വരണം നിൽക്കില്ല. എനിക്കിത് നടക്കണമെന്നില്ല. എനിക്ക് എത്രയേ ഉള്ളൂ, ഇത് നിർത്താനൊരു അവസരം ഉണ്ടായി കിട്ടിയാൽ മതി. എനിക്ക് അങ്ങനത്തെ വിവരമൊക്കെ ഉണ്ടായിരുന്നല്ലോ. എൻ്റെ ഇത് പറയാൻ ചോദിച്ചപ്പോൾ 1-2 ആഴ്ചയൊക്കെ പറഞ്ഞു നോക്കി. പക്ഷെ പിന്നെ ആളുകൾ വരുന്നില്ല. അങ്ങനെ ഞാൻ നിർത്തിയതാണല്ലോ എന്നും എനിക്ക് പറയാലോ. അബ്ദിനേക്കാൾ കിതാബിന് വില കൊടുത്തവൻ ദജ്ജാലിന്റെ ആളാണ്. 1000 ആയത്തുമാൻ പടാക്കിലോ ദജ്ജാലിന്റെ ആളാണ്. കിതാബിന് 3-ാം സ്ഥാനേ ഉള്ളൂ. മനസ്സിലായില്ലേ? 1-ാം സ്ഥാനം ആർക്കാണ്?
മനസ്സിലായില്ല. അള്ളാഹു ഇറക്കി. ആർക്ക്? അബ്ദിനിറക്കി. എന്ത്? കിതാബ്. നീ കിതാബ് അബ്ദ് എന്ന് കേട്ടോളൂ. പിന്നെ ചെക്ക് അപ്പുറത്തേക്ക് പോയത് തന്നെയല്ല. കിതാബൊന്നും ചോക്കില്ല, മുഅ്മിനാവൂലേ? ആവും. അതേ സമയത്ത് അബ്ദിനെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പക്ക കാഫിറ. ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വരെ എൻ്റെ ജീവിതത്തിൽ ഓതിയില്ല. മുഅ്മിന. അബ്ദിനെ തിരസ്കരിച്ചു, കിതാബിനെ കൂട്ടി. ആരാണ്? പച്ച കാഫിറ. അള്ളാഹു മുന്തിച്ചതിനെ മുന്തിക്കണം, അള്ളാഹു പിന്തിച്ചതിനെ പിന്തിക്കണം. അതിൻ്റെ അർത്ഥം അത് കിതാബ് മോശമെന്നല്ല. നമുക്ക് ഉപകാരമുള്ള കാര്യം മുഹമ്മദിയത്താണ്. ആ മുഹമ്മദിയത്തിനെ നീ ഉൾക്കൊള്ളണം. അതെന്നെയാണ് എന്ത്? കിതാബ്. ഭൂമി കൂടി ഇറങ്ങി നടന്ന കിതാബാണ് എന്ത്? മുഹമ്മദ്. ഇതാണ് മുഹമ്മദ്. ഇത് മനസ്സിലായില്ല. അബൂജഹലിന് ഈ റസൂലാണ് കിതാബ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതേ അബൂജഹൽ ഖുർആൻ കേട്ടിട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. തിരിഞ്ഞില്ല. ഇപ്പൊ ഇജ്ജു അങ്ങനെ തന്നെയാണ്. തിരിഞ്ഞില്ല. അബൂജഹൽ ഖുർആൻ കേൾക്കാൻ വേണ്ടി ഒളിച്ചു പോയി നിന്ന ദിവസം ഉണ്ടായിട്ടുണ്ട്. ഖുർആന്റെ പ്രാസ, അതിൻ്റെ ഭംഗിയും അതിൻ്റെ ആഴമൊക്കെ കേട്ടിട്ട് അത്ഭുതപ്പെട്ട ആളാണ് ആര്? അതേ അബൂജഹൽ പറഞ്ഞത് മാലി ഹാദർ റസൂൽ, ഇയാൾ എന്ത് റസൂൽ, യഅ്കുലു ത്വഅമ വയംശി ഫിൽ അസ്വാഖ്. ഭക്ഷണം കഴിക്കുകയും നമ്മളെപ്പോലെ അങ്ങാടിയിലൊക്കെ മൂപ്പരവിടെ ഇങ്ങനെയൊക്കെ നടക്കണതാണ്. ഉള്ളി മാർക്കറ്റിലുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ വാങ്ങിയപ്പോൾ ഉള്ളി എൻ്റെ അപ്പുറത്തുനിന്ന് ചീരുള്ളി മൂപ്പര് വാങ്ങി. മൂപ്പര് അവിടെ ഉണ്ട്, റൊട്ടിക്ക് നിൽക്കുന്ന അവിടെ റൊട്ടി വാങ്ങാൻ കുറച്ച് മൂപ്പരുണ്ട്. ഇയാൾ എന്ത് റസൂല്? മാലി ഹാദർ റസൂല് യഅ്കുലു ത്വഅമ വയംശി ഫിൽ. അതേസമയത്ത് ഖുർആൻ ഒരു അത്ഭുതം ആർക്ക് തോന്നിയിട്ടുണ്ട്? തോന്നിയിട്ടുണ്ട്. അത്ഭുതം തോന്നിയില്ല. ആരെ? മുഹമ്മദിനെ. അവിടെയും കഫറായത് ജുബ തന്നെയാണ്. പള്ളി കമ്മിറ്റിയാണ് നിസ്കരിക്കുന്നേ ഉള്ളൂ. പക്ക വഹാബിയാണ്. പക്ക വഹാബിയാണ്. അവരുടെ കൽബിൽ കിതാബിന്റെ വില ആർക്കില്ല. അള്ളാന്റെ അടുക്കൽ ഏറ്റവും വിലയുള്ളത് എന്താണ്? അള്ളാന്റെ കലാമായിട്ടും അള്ളാഹ്ക്ക് വിലയുള്ളത്. സത്യം പറഞ്ഞാൽ ഇത് ഇങ്ങനെ പറഞ്ഞാൽ അതല്ല ഇതിന്റെ ശൈലി. അതേ സമയത്ത് അൻസല അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹി. ഒരാള് ഇപ്പോഴത്തിന് മൗത്തായി, അൽ കിതാബെന്ന് മൂപ്പര് ഓതിന് മൂപ്പര് മരിച്ചു. അപ്പോൾ ഇറക്കിയ റബ്ബിനെ അറിയും. ആര് അറിഞ്ഞു? കിതാബെന്ന് മൂപ്പര് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. മൂപ്പര് മരിച്ചു. മുഅ്മിനാണോ? അല്ലേ? മുഅ്മിനാണ്. ഇതാണ് ഇതിന്റെ പാഠം. അപ്പൊ ദജ്ജാലിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നത് സുന്നിയാണ്. അങ്ങനെ ആദ്യ ജാരാകണം സുന്നിയാണ്. സുന്നി സംഘടനയല്ല. സംഘടന എനിക്ക് ആളാകുള്ള പരിപാടിയാണ്. ദജ്ജാലിന്റെ കാലത്തുണ്ടായതാണ് സംഘടന. ദജ്ജാലിന്റെ കാലം തുടങ്ങുന്ന മുമ്പ് സംഘടനയല്ല. ഞാൻ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കണ്ട. പ്രശ്നം ഉണ്ടാക്കിയാൽ ഒരു വല്ല കിറാമത്തുണ്ടാക്കില്ല. നിങ്ങളെ തലയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി തരൽ മാത്രമാണ് എൻ്റെ ഉത്തരവാദിത്വം. ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും കൂടി എന്നെ ചീന്തിക്കൊല്ലാൻ തീരുമാനിച്ചാൽ ഞാൻ അല്ലാണ്ടില്ലെന്നറിയാം. എന്തുകൊണ്ട്? എനിക്കതൊന്നും വിഷയമല്ല, ഒന്നും വിഷയമല്ല.